ചാനലിലേക്ക് സ്വാഗതം. കറുപ്പപ്പടപ്പൻ ചാനലിൽ നമ്മുടെ ആനുകാലിക പ്രശ്നങ്ങളും ആനുകാലികമായ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാംസ്കാരികവും ഭരണഘടനാ വകുപ്പ് മന്ത്രിയുമായ ശ്രീ സജി ചെറിയാൻ അവർ പറഞ്ഞ ഒരു പ്രസ്താവനയെ പറ്റിയിട്ടാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാട്ടിൽ 10ാം ക്ലാസ് പാസ്സായിട്ട് പോകുന്ന കുട്ടികൾക്ക് എഴുത്ത് വായന അറിയത്തില്ല എന്നാണ്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അതൊരു ഒഴുക്കിൽ പറഞ്ഞു പോയതെന്നാണ് പറയുന്നത്. ഒഴുക്കിലാണോ പിള്ളേരൊഴുക്കിലാണോ എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുമായിട്ട് ഒരു മുൻപ് നടന്ന ഒരു സംഭവത്തെ ഞാൻ കൂട്ടി വായിക്കുകയാണ്. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒരു പാർട്ടി ഗ്രാമത്തിൽ എനിക്കൊരു യോഗത്തിൽ പ്രസംഗിക്കേണ്ടതുണ്ടായിരുന്നു. യോഗത്തിൻ്റെ വിഷയം പൊതുവിദ്യാഭ്യാസം എങ്ങനെ വികസിപ്പിക്കാം എന്നുള്ളതായിരുന്നു. എനിക്ക് മുമ്പേ സംസാരിച്ചത് കേരളത്തിലെ അന്നത്തെ KSTയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു സംസാരിച്ചത്. അദ്ദേഹം പൊതുവിദ്യാഭ്യാസത്തെ പറ്റി ധാരാളം സംസാരിച്ചു. അത് കേൾക്കാൻ KSTയുടെ അധ്യാപകരെല്ലാവരും ഉണ്ടായിരുന്നു, അധ്യാപികമാരും അധ്യാപകന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് പാർട്ടി ഗ്രാമമാണ്. പൊതുവിദ്യാഭ്യാസത്തെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സജി ചെറിയാൻ മന്ത്രി പറഞ്ഞ പോലെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ 2 കാലിൽ അവിടെ നിന്ന് വരാൻ പറ്റത്തില്ല, ഈയിടയ്ക്ക് SFIക്കാർ പറഞ്ഞതുപോലെ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ സദസ്സിൽ ഭംഗിയായിട്ട് പറഞ്ഞിട്ട് വരുന്നതാണല്ലോ ഭംഗി, അല്ലെങ്കിൽ അഭംഗിയായി പോകും. ഇപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് മുഴുവൻ എനിക്ക് മുമ്പേ പ്രസംഗിച്ച KSTയുടെ സെക്രട്ടറി സംസാരിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനൊന്നുമില്ല, ചെറിയ ഒരു കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നടന്ന സംഭവമായിട്ട് ബന്ധമൊന്നുമില്ല, എന്നാലും അതൊരു കഥയാണ്, നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളൊരു കഥയായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആൾക്കാരിങ്ങനെ നോക്കുന്നു, ഇവനാരെ കുഞ്ഞുണ്ണി മാഷ് കഥ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞ ചെറിയ നമ്മുടെ ഗ്രാമത്തിൽ നടന്നൊരു കഥയാണ്. എൻ്റെ അമ്മയുടെ അച്ഛൻ പൊതുവിദ്യാഭ്യാസത്തിലൊരു അധ്യാപകനായിരുന്നു, അമ്മയും പൊതുവിദ്യാഭ്യാസത്തിലൊരു അധ്യാപികയായിരുന്നു. അപ്പോൾ ഈ പൊതുവിദ്യാഭ്യാസ സ്കൂളിൽ നിന്നുള്ള ആൻസർ, ഞാനും പൊതുവിദ്യാഭ്യാസ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ സ്കൂളിലെ ഉത്തര പേപ്പർ, അമ്മ കണക്ക് ടീച്ചറായിരുന്നു, സ്കൂളിലെ ഉത്തര പേപ്പർ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വാല്യുവേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഒറ്റയക്കം വരുമ്പോഴത്തേക്ക് അമ്മ എപ്പോഴും അതിൻ്റെ 2 വശത്ത് ഒരു വെട്ടിടാറുണ്ട്. അപ്പോൾ ഞങ്ങൾ വളരെ നിഷ്കളങ്കമായിട്ട് ചോദിച്ചു, അമ്മ എന്തിനാ ഈ ഒറ്റയക്കം വരുമ്പോൾ 2 വെട്ടിടുന്നതാണ്? അമ്മ ശകലം സറ്റേറിക്കായിട്ട് പറഞ്ഞു, അത് മക്കളെ ഒറ്റയ്ക്കല്ലേ, ചിലപ്പോൾ വിഴുന്നു പോയാലോ, അതിനൊരു താങ്ങായിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് വിശ്വസിച്ചു. അങ്ങനെ പൊതുവിദ്യാഭ്യാസം വളർന്നു, ഞങ്ങളും വളർന്നു, അമ്മയും വളർന്നു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ നോക്കുമ്പോഴത്തേക്ക് ഈ ഒറ്റയക്കം വരുന്നതിൻ്റെ മാർക്കിൻ്റെയൊക്കെ മുൻപിൽ അമ്മ 2 ഇട്ട് തുടങ്ങി. ഇപ്പം ഞങ്ങൾ ചോദിച്ചു എന്തിനമ്മ ഇപ്പുറത്ത് 2 ഇടുന്നേ? അപ്പോഴത്തേക്ക് അമ്മ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരാണ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു മന്ത്രി പറഞ്ഞല്ലേ ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ പൊതുവിദ്യാഭ്യാസം വളർന്നു, അമ്മയും വളർന്നു, ഞങ്ങളും വളർന്നു, അമ്മ പഠിപ്പിച്ച പിള്ളേരും വളർന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ നോക്കുമ്പോഴത്തേക്ക് അമ്മ എല്ലാ ഒറ്റയക്കത്തിൻ്റെ ഇപ്പുറത്ത് 2 ഇടുന്നതിന് പകരം അമ്മ 9 ഇട്ട് തുടങ്ങി. അപ്പം ഞങ്ങൾ ചോദിച്ചു അമ്മ എന്തിനാ 9 ഇടുന്നേ? അതായത് 39 കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് 39, പക്ഷെ വെറും 9 കിട്ടിക്കഴിഞ്ഞാൽ 99. ഞാൻ പറഞ്ഞു ഇതെന്താ ശരി? അല്ല, അതൊരു മന്ത്രി പറഞ്ഞതാ, അത് എല്ലാത്തിൻ്റെയും ഒറ്റയക്കമാണെങ്കിൽ എല്ലാത്തിൻ്റെ ഇപ്പുറത്ത് 9 ഇടണോ? അപ്പം ഞങ്ങളും വളർന്നു, പൊതുവിദ്യാഭ്യാസവും വളർന്നു, അമ്മയും വളർന്നു, അമ്മ പഠിപ്പിച്ച കുട്ടികളുമൊക്കെ വളർന്നു. ഒരാൾ ഒരു സ്കൂളിലെ പ്രഥമാധ്യാപികയുമായി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആ സ്കൂളിൽ ആകെയുള്ള പൊതുവിദ്യാഭ്യാസത്തിൻ്റെ സ്കൂളാണ്, പൊതുവിദ്യാഭ്യാസത്തിൽ ആകെ ഉണ്ടായിരുന്ന കുട്ടികൾ 88ആയിരുന്നു. പക്ഷെ ടീച്ചർ പഠിച്ചു വന്ന ശീലം അനുസരിച്ചിട്ട് ടീച്ചർ ഇപ്പുറത്തൊരു 2 കൂടെ ഇട്ടു. അങ്ങനെ ആ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം 288ആയി റെക്കോർഡ് ചെയ്യപ്പെട്ടു. അങ്ങനെ പൊതുവിദ്യാഭ്യാസവും വളർന്നു, ഞങ്ങളും വളർന്നു, കുട്ടികളും വളർന്നു. എൻ്റെ അമ്മ പഠിപ്പിച്ച അധ്യാപിക കുട്ടി പ്രഥമാധ്യാപികയായി. ഇനിയും പൊതുവിദ്യാഭ്യാസം മുമ്പോട്ട് വളരാൻ പോവുകയാണ്. അതെങ്ങനെ വളരും എന്നുള്ള കാര്യം എനിക്ക് ശേഷം പ്രസംഗിക്കുന്നവർ കുറച്ചുകൂടെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് പൊതുവിദ്യാഭ്യാസം ഈ ഒരു ടേണിംഗ് പോയിന്റിലെത്തി നിൽക്കുകയാണ്. ഇനി നമുക്ക് പൊതുവിദ്യാഭ്യാസം എന്തുമാത്രം വികസിപ്പിക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് എനിക്ക് ശേഷം വരുന്നവർ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യും. നന്ദി, നമസ്കാരം.